ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റിൻ്റെ പേര് ദ ഹീലിംഗ് ടച്ച് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ് ഈ പിക്ചറിൽ കൂട്ടുകാർക്ക് കാണുന്നത്? ഒരു ഓൾഡ് മാന് മഴയത്ത് കൂടെ പോവുകയാണ് അല്ലേ, മഴ നനഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു കൊച്ചുകുട്ടി വന്നിട്ട് കുട കൊടുക്കുന്നത് അല്ലേ, എന്നിട്ട് ആ കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ആ മഴ നനഞ്ഞു പോവുക എന്നുള്ള ആ ഒരു വികാരം ഇല്ലാതാക്കുകയാണ് ആ കുട്ടി ചെയ്യുന്നത്. കൂടെ അവിടെ നമ്മളൊരു ടച്ചും കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടും അല്ലേ, അതിനെയാണ് നമ്മൾ ഹീലിംഗ് ടച്ച് എന്ന് പറയുന്നത്. താഴെ നമുക്കൊരു കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് ഐ ഷാൾ നോട്ട് ലീവ് ഇൻ വെയിൻ. എന്താണ്, നമ്മൾ ഒരാളുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഹാർട്ട് ബ്രേക്ക് ചെയ്യുക പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് എടുത്തിട്ട് മുറിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത് പൊട്ടുക എന്നുള്ള അർത്ഥമല്ല. നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും വിഷമമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അത് നമുക്കൊരാളുടെ സങ്കടം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ ശരിക്കും ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുവരെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത ജീവിതമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു അർത്ഥമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ പോകുമെന്നാണ് എംലി ഡിക്കിൻസൺ പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ പാഠം നോക്കാം. അതിന് മുന്നായിട്ട് അതിൻ്റെ മുന്നത്തെ പേജിൽ, അതായത് തൊട്ടടുത്തുള്ള പേജിൽ ഒരു പിക്ചർ കാണുന്നുണ്ട്. ഇവിടെ എന്താണ്, 2 പ്ലെയേഴ്സാണുള്ളത്. ആ പ്ലെയേഴ്സ് ഒരു പ്ലെയറിനെ ഹെൽപ്പ് ചെയ്യുകയാണ് അല്ലേ. താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ. ഹിയർ ഈസ് ആൻ ഇവൻറ്റ് ഇൻ എ റണ്ണിങ് റൈസ്. ഇവിടെ തന്നിട്ടുള്ളത് ഒരു റണ്ണിങ് റൈസിൻ്റെ ഇവൻ്റ് ആണ്. കാൻ യു ഐഡൻറ്റിഫൈ ദിസ് അത്ലറ്റ്സ്. ഈ അത്ലറ്റ്സിനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? വേർ ഡിഡ് ദ ഇവൻറ്റ് ടേക്ക് പ്ലേസ്. ഇത് എവിടെയാണ് നടന്നിട്ടുള്ളത്? വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ. ഇത് എപ്പോഴാണ് നടന്നിട്ടുള്ളത്? ദ അത്ലറ്റ്സ് ആർ നോട്ട് റണ്ണിങ്. എന്താണ്, അവർ റൺ ചെയ്യല്ല. വാട്ട് ആർ ദേ ആർ ഡൂയിങ്. എന്താണ് അവർ ചെയ്യുന്നത്? ദേ ആർ ഹെൽപ്പിംഗ് ടുഗെദർ അല്ലേ. അവർ രണ്ടുപേരും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇത് എവിടെയാണ് നടന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് നേരെ പാഠഭാഗം നോക്കാം. പാഠത്തിൻ്റെ പേര് സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നുള്ളതാണ്. എന്താണ് സോൾട്ട്? സോൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ് അവൻ്റെ ഷൂസിലാണുള്ളത്. എങ്ങനെയാണ് ഉപ്പ് ഷൂസിൽ വരുന്നത്? ഒരു എന്തോ ഒരു സംതിങ് ഉണ്ട് അല്ലേ. നമുക്ക് എന്തായാലും എന്താണ് സ്റ്റോറി എന്ന് നോക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മൈക്കിൾ ജോർദാൻ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബാസ്കറ്റ് ബോൾ പ്ലെയേഴ്സ്. എന്താണ്, മൈക്കിൾ ജോർദാൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് യങ് മൈക്കിൾ ജോർദാൻ ആസ് ഹി ഫേസസ് ചലഞ്ചസ് ഇൻ ദ ബാസ്കറ്റ് ബോൾ കോർട്ട് ആൻഡ് ലേൺസ് ലെസൺസ് അബൌട്ട് പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്. അപ്പോൾ മൈക്കിൾ ജോർദാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് ചലഞ്ചസ് എന്നാൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ബാസ്കറ്റ് ബോൾ കോർട്ടിൽ വെച്ചിട്ട്. അവിടെ നിന്നും അദ്ദേഹം പഠിച്ചു എന്താണ് പേഷ്യൻസ്, എന്താണ് ഹാർഡ് വർക്ക് എന്ന് പഠിച്ചു. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നും, ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ അത് രണ്ടും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന സ്റ്റോറിയാണ് നമുക്ക് വായിക്കാനുള്ളത്, നമുക്ക് പഠിക്കാനും ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മൈക്കിൾ ലവ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ. മൈക്കിളിന് ബാസ്കറ്റ് ബോൾ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. എവറി സാറ്റർഡേ ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് ലാറി ആൻഡ് റോണി ടു ദ പാർക്ക് ഹോപ്പിംഗ് ദാറ്റ് ദേ വുഡ് ലെറ്റ് ഹിം പ്ലേ. അപ്പോൾ എല്ലാ ദിവസവും, എല്ലാ സാറ്റർഡേയും മൈക്കിള് തൻ്റെ എൽഡർ ബ്രദേഴ്സ് ആയിട്ടുള്ള ലാറിയുടെയും റോണിയുടെയും കൂടെ പാർക്കിലേക്ക് പോകും. എന്തിനാണ്? അവരുടെ കൂടെ ഈ ഒരു പ്ലേയിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവൻ പോവാറുണ്ട്. ബട്ട് ദർ വാസ് വൺ പ്രോബ്ലം. പക്ഷേ എന്താണ്, ഒരു പ്രശ്നമുണ്ട് അവിടെ. എല്ലാ സാറ്റർഡേയും പോകാറുണ്ടെങ്കിലും അവിടെ ഒരു പ്രശ്നമുണ്ട്. ദാറ്റ് വാസ് മാർക്ക്. ആ പ്രശ്നമാണ് മാർക്ക് എന്ന് പറയുന്നത്. മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പേരാണ്. ഓക്കെ, ഹി വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. ആ കോർട്ടിലുള്ള ആ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിലെ ഏറ്റവും വലിയ ബോയ് ആണ് മാർക്ക് എന്ന് പറയുന്നത്. വാട്ട്സ് ദ മാറ്റർ മൈക്കി? ടു ഷോർട്ട്. മാർക്ക് ഫ്ലാപ്പഡ് ഹിസ് ആംസ് ഇൻ മൈക്കിൾസ് ഫേസ്. അപ്പോൾ എന്താണ്, മൈക്കിളിൻ്റെ ഫേസിൽ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തോണ്ടില്ല, നമ്മൾ പറയില്ല തോണ്ടുക, അങ്ങനെ കൈ കൊണ്ട് തോണ്ടിയിട്ട് ചോദിക്കും, വാട്ട് ഇസ് ദ മാറ്റർ മൈക്കി, എന്താണ് നിൻ്റെ പ്രശ്നം? ടു ഷോർട്ട്, നീ എന്താ ഇത്രയും ചെറുത് എന്ന് ചോദിക്കും, കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുകയാണ്. ഓവർ ഹിയർ ഷൗട്ടഡ് ലാറി. അപ്പോൾ ലാറി പറയും, ഓവർ ഹിയർ, നീ ഒന്ന്, അതൊക്കെ അങ്ങനെ തന്നെയാണ്, നീ ഒന്ന് പോ എന്നുള്ള രീതിയിൽ പറയും. ബട്ട് വെൻ മൈക്കിൾ ത്രൂ ദ ബോൾ മാർക്സ് ലോങ് ആംസ് കെയിം ഔട്ട് ഓൺ നൗവർ ആൻഡ് നോക്ക്ഡ് ദ ബോൾ എവേ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ലാറി പറയും അതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അതിനെ നിരുത്സാഹപ്പെടുത്തുമെങ്കിലും മൈക്കിൾ ബോൾ എറിയുമ്പോൾ മാർക്സിൻ്റെ ആ വലിയ ലോങ് ആയിട്ടുള്ള കൈ വന്നുകൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിച്ച് അത് ദൂരേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഫ്ലൂ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് എ പ്ലെയർ ഓൺ മാർക്സ് ടീം. അങ്ങനെ എന്ത് ചെയ്യും? അത് മാർക്സിൻ്റെ ടീമിലേക്ക് പോവുകയാണ് ചെയ്യുക. ഹി മേഡ് ദ ബാസ്കറ്റ് ആൻഡ് ദ ഗെയിം വാസ് ഓവർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ആ ബാസ്കറ്റിലേക്ക് ആ ബോൾ എത്തുകയും
ആ ടീം ജയിക്കുകയും അവിടെ എന്താണ് ഗെയിം ഓവർ ആവുകയും ചെയ്യും. ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ മൈക്കിളിന് ഒരു ബോളും അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, മാർക്സ് ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹൗ ഡിഡ് മാർക്ക് ബിക്കം എ പ്രോബ്ലം ടു യങ് മൈക്കിൾ? എന്താണ് മാർക്ക് എങ്ങനെയാണ് നമ്മുടെ മൈക്കിളിന് ഒരു പ്രോബ്ലം ആയിട്ട് മാറുന്നത്? എങ്ങനെയാണ്? മാർക്ക് ഓൾവേസ് മോക്ക്ഡ് മൈക്കിൾ ബൈ സേയിങ് ദാറ്റ് ഹി ഈസ് ഷോർട്ട്. മാർക്ക് എപ്പോഴും മൈക്കിളിൻ്റെ അടുത്ത് പറയും നീ ഷോർട്ടാണെന്ന് പറയും. ഓൾസോ ഹി ഡെലിബറേറ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് മൈക്കിൾ വൈ പ്ലേയിങ് ബാസ്കറ്റ് ബോൾ. അപ്പോൾ എന്താണ് മൈക്കിളും ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ ആ ബോളിനെ എപ്പോഴും എന്താണ് മറ്റേ ഭാഗത്തേക്ക് തട്ടിത്തെറിപ്പിക്കുന്നതും മാർക്കാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഓൾ ദ വേ ഹോം മൈക്കിൾ അപ്പോളജൈസ്ഡ്. എന്താണ് വീട്ടിലേക്ക് പോകുമ്പോൾ മൈക്കിൾ ഇങ്ങനെ സ്വയം ഇങ്ങനെ എന്താ പറയുക, ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, സ്വയം ഇങ്ങനെ പറയാണ് എന്താ ഞാൻ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിസ് എൽഡസ്റ്റ് ബ്രദർ റോണി ട്രൈ ടു ചിയർ ഹിം അപ്പ്. ലുക്ക് ലിറ്റിൽ ബ്രദർ, യു പ്ലേഡ് വെൽ ടുഡേ, ഡോണ്ട് വെറി, വി വിൽ വിൻ ദ നെക്സ്റ്റ് ടൈം. അപ്പോൾ എന്താണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഇതിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൽഡർ ബ്രദർ പറയാണ്, റോണി പറയാണ്, എന്താണ് നീ നന്നായിട്ട് കളിച്ചു ലിറ്റിൽ ബ്രദറെ, ഇന്ന് നീ നന്നായിട്ട് കളിച്ചു, നീ ഒന്നും വിഷമിക്കുകയൊന്നും വേണ്ട, അടുത്ത സമയത്ത് എന്തായാലും നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. വെൻ ദേ റീച്ച്ഡ് ഹോം, അങ്ങനെ അവർ വീട്ടിലെത്തി. മൈക്കിൾ വെന്റ് ഇൻ ടു ദ കിച്ചൺ വേർ മമ്മ വാസ് കുക്കിംഗ് ഡിന്നർ. അപ്പോൾ എന്ത് ചെയ്തു, മൈക്കിൾ നേരെ കിച്ചണിലേക്ക് പോയി. എവിടെയാണോ അമ്മ കുക്ക് ചെയ്യുന്നത്, ഡിന്നർ കുക്ക് ചെയ്യുന്നത്, അങ്ങോട്ട് പോയി. മമ്മ, ഹൗ ക്യാൻ ഐ ഗ്രോ ടോളർ, ഹി ആസ്ക്ഡ്. അപ്പം അമ്മോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ വലുതാവുക എന്ന് ചോദിക്കുകയാണ്. ഷീ സ്മൈൽഡ്. അങ്ങനെ എന്താണ് അമ്മ ചിരിച്ചു. ലുക്ക്ഡ് അറ്റ് മൈക്കിൾ ആൻഡ് സെയ്ഡ് സോൾട്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു, മൈക്കിളിനെ നോക്കിയിട്ട് പറഞ്ഞു സോൾട്ട്, ഉപ്പ് എന്ന് പറഞ്ഞു. സോൾട്ട്. മൈക്കിൾ ലുക്ക്ഡ് അറ്റ് ഹിസ് മമ്മ. അപ്പം അമ്മനെ നോക്കി ചോദിച്ചു ഉപ്പോ എന്ന് ചോദിച്ചു. സോൾട്ട് ഇൻ യുവർ ഷൂസ്, we will put salt in your shoes before you know it, you will be taller, she replied. അപ്പം അമ്മ പറയാണ് നീ നിന്റെ ഷൂവിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പിടണം, അപ്പം നീ വലുതാവുമെന്ന് പറയാണ്. ഗ്രോയിങ് മോർ എക്സൈറ്റഡ്. എന്താണ് വളരുക എന്ന് പറയുന്നത് വളരെ എക്സൈറ്റഡ് ഉള്ളൊരു സംഭവമാണ്. മൈക്കിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് വളരുക എന്നൊക്കെ വിചാരിച്ചിട്ട് മൈക്കിൾ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുകയാണ് അതിനെക്കുറിച്ചിട്ട്. മമ്മ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് and how tall do you think I will get? Smiling, Mama sat down next to him and explained. അമ്മോട് ചോദിക്കുകയാണ് എത്ര സമയം എടുക്കും ഞാനിങ്ങനെ വലുതാവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എത്രത്തോളം വലുതാവും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അമ്മ എന്ത് ചെയ്തു, അവൻ്റെ അടുത്ത് ഒരു ചെയർ അവൻ്റെ അടുത്ത് വന്നിട്ട് ഇരുന്നു. ഫോർ ദിസ് ടു വർക്ക് യു മസ്റ്റ് ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു വാട്ട് ഐ ടെൽ യു. അപ്പം എന്താ പറയുന്നത്, ഇത് വർക്കാവണമെങ്കിൽ ആദ്യം നീ പേഷ്യൻ്റ്, നന്നായിട്ട് ക്ഷമിക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കുകയും വേണം. ഓക്കെ മമ്മ, ഐ വിൽ ബി പേഷ്യൻ്റ്. എന്താണ് ഞാൻ പേഷ്യൻ്റ് ആവും, ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് ഞാൻ വളരെ ക്ഷമയോടുകൂടി ഇരിക്കാമെന്ന് പറയാണ്. ഓക്കെ, ഇനി ഇതിന് താഴെ ഒരു ചോദ്യമുണ്ട്, നമുക്ക് നോക്കാം. വൈ ഡിഡ് മാമ ടെൽ മൈക്കിൾ ടു ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു ഹെർ അഡ്വൈസ്? എന്തുകൊണ്ടാണ് മാമ പറയുന്നത് നീ നന്നായിട്ട് പേഷ്യൻ്റ് ആവണം, നന്നായിട്ട് ഞാൻ പറയുന്ന അഡ്വൈസ് ഒക്കെ ലിസൺ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് മാമ വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് മൈക്കിൾ ഈസ് ടാലൻറ്റഡ് ആൻഡ് ഷീ ക്യാൻ മേക്ക് ഹിം റിയലൈസ് ദാറ്റ്. അപ്പം മാമക്ക് അറിയായിരുന്നു എന്താണ് മൈക്കിൾ എന്ന് പറയുന്നത് വളരെ ടാലൻറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അവന് ആ ഒരു പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് മമ്മാക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് നീ നല്ല പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക, അപ്പോൾ എനിക്കതിൽ കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയാണ്. ഇനി സമയമായി. മമ്മ നോട്ടീസ്ഡ് ദാറ്റ് മൈക്കിൾ വാസ് ബെർലി ഈറ്റിംഗ് എനിത്തിങ്. അപ്പം എന്താണ് മൈക്കിളിന് ആകെ സംശയങ്ങളും എന്തൊക്കെയോ ആകെ മനസ്സിനൊരു സ്വസ്ഥത ഇല്ലാത്തത് കൊണ്ട് മൈക്കിൾ അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ല. ഹി വാസ് ഡേ ഡ്രീമിങ് അബൌട്ട് ബീയിങ് ടോളർ. അവനിങ്ങനെ ദിവാസ്വപ്നം, ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദിവാസ്വപ്നം എന്നൊക്കെ പറയില്ല, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവന് ടോളർ ആവുന്നതിനെ കുറിച്ചിട്ട്. മൈക്കിൾ, ഫസ്റ്റ് തിങ് ഫസ്റ്റ്, യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്, മമ്മ സേഡ്. അപ്പം മമ്മ പറയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം നീ ആദ്യം ചെയ്യ്, ആദ്യം നീ വളരണമെങ്കിൽ നീ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം, അപ്പോൾ അത് ആദ്യം നീ എന്ന് പറയാണ്. ബട്ട് ഐ ആം നോട്ട് ഹംഗ്രി, ഹി സൈഡ്. അപ്പോൾ അവൻ പറയാണ് പക്ഷെ എനിക്ക് വിശക്കണമൊന്നുമില്ല എന്ന് പറയാണ്. റേസിങ് ഹെർ ഐബ്രോസ്, മമ്മ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക്. അപ്പം എന്താണ് മമ്മ പുരികമൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട്, സ്റ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക
കുറച്ച് ദേഷ്യപ്പെട്ട മുഖം ഉണ്ടാവില്ലേ, അങ്ങനെ കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ടാണ് അമ്മ പറയുന്നത്. സ്ലോലി മൈക്കിൾ പിക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗാൻ ടു ഈറ്റ്. മിനിറ്റ് ലേറ്റർ ഹിസ് പ്ലേറ്റ് വാസ് ക്ലീൻ ആൻഡ് ഹി വാസ് ആസ്കിങ് ഫോർ മോർ. അങ്ങനെ പതുക്കെ എന്ത് ചെയ്തു, മൈക്കിൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. കുറച്ച് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ആ പ്ലേറ്റിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അവൻ വീണ്ടും ചോദിക്കാൻ വേണ്ടി തുടങ്ങി. ദാറ്റ് ഈവനിങ് അറ്റ് ബെഡ് ടൈം, അങ്ങനെ അന്നത്തെ വൈകുന്നേരം ബെഡിലേക്ക് പോവുകയാണ്. ബെഡ് ടൈമായി. മൈക്കിൾ സെറ്റ് ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ് ഓൺ ദ ഫ്ലോർ നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഹാങ്ങിങ് ഓൺ ദ വാൾ. അങ്ങനെ എന്താണ്, മൈക്കിൾ പിറ്റേ ദിവസത്തേക്ക് പോകാനുള്ള ഗെയിം ഷൂസ് ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഫ്ലോറിലെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് വാളിലായിട്ട് അതിൻ്റെ ഗ്രോത്ത് ചാർട്ടും കൂടെ ഉണ്ട്. ഗ്രോത്ത് ചാർട്ട് പറഞ്ഞാൽ നമ്മൾ എത്ര ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ അറിയാനുള്ള ഒരു ഗ്രോത്ത് ചാർട്ടും കൂടെ ഉണ്ട്. Then he put on his pajamas, said his prayers and jumped into bed. അങ്ങനെ എന്ത് ചെയ്തു, അവന് പൈജാമാസൊക്കെ അവന് രാത്രി ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പ്രയറൊക്കെ ചെയ്തിട്ട് നേരെ ബെഡിലേക്ക് ഒരു ചാട്ടമാണ്. വെൻ മമ്മ കെയിം ഇൻ, അങ്ങനെ എന്താണ്, മമ്മ വന്നു. മൈക്കിൾ വാസ് സ്ലീപ്പ്, എന്താണ്, മൈക്കിൾ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ്, അങ്ങനെ അവൻ്റെ ബെഡിൻ്റെ തൊട്ടടുത്തായിട്ട് നിന്ന്. മമ്മ സ്പ്രിങ്കിൾ സോൾട്ട് ഇൻ ഹിസ് ഷൂസ്, അങ്ങനെ അവൻ്റെ ഷൂ എടുത്തിട്ട് അതിൽ സ്പ്രിങ്കിൾ എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ വിതറുക, കുറച്ച് ഉപ്പൊക്കെ അതിലിങ്ങനെ വിതറി കൊടുത്തു. ഓക്കെ, ആ പിക്ചറാണ് ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് മമ്മ ഗീവ് മൈക്കിൾസ് എ സ്റ്റേൺ ലുക്ക്? എന്തുകൊണ്ടാണ് മമ്മ ആ മൈക്കിളിനെ വളരെ കുറച്ച് ദേഷ്യത്തോടു കൂടി നോക്കിയത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് മൈക്കിൾ വാസ് നോട്ട് ഈറ്റിംഗ് ഹിസ് ഫുഡ് പ്രോപ്പർലി, അവൻ്റെ ഫുഡ് നല്ലപോലെ കഴിക്കാത്തത് കൊണ്ടാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാമ സ്പ്രിങ്കിൾ സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. വൈ? എന്തിനാണ് മാമ അവൻ്റെ ഷൂവിൽ ഇങ്ങനെ ഉപ്പൊക്കെ വിതറി കൊടുത്തത്? എന്തുകൊണ്ടാണ്? മാമ സ്പ്രിങ്കിൾ സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ് ഇൻ ഓർഡർ ടു മേക്ക് ഹിം believe that it will help him to get taller. എന്തിനാണ്? മൈക്കിളിന്റെ വിചാരം ഉണ്ടായിരുന്നു മൈക്കിളിന് ആ ഷൂവിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ നീളം വെക്കാൻ പറ്റും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടായിരുന്നു മാമ ആ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് നോക്കൂ, പിന്നെ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ആഫ്റ്റർ ദാറ്റ് നൈറ്റ് മൈക്കിൾ വോർ ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ്. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞതിന് ശേഷം മൈക്കിൾ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷൂസ് ഇട്ട്. ആൻഡ് ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ദ സോൾട്ട് അണ്ടർ ഹിസ് ഫീറ്റ്. അങ്ങനെ അപ്പോഴാണ് അവനക്ക് അവൻ്റെ ആ ഒരു കാലിൻ്റെ അടിയിൽ ആ ഒരു സോൾട്ടിൻ്റെ പ്രസൻസ് ഒക്കെ അവനക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ദെൻ ഹി ഹാഡ് എ സ്പെഷ്യൽ ഫീലിംഗ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ്, ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടാവില്ലേ, ഒരു തണുപ്പൊക്കെ വരും. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് അവനക്ക് തോന്നി. വിയറിംഗ് ഹിസ് ഷൂസ് ഹി വെൻറ്റ് എവ്രിവെയർ ബട്ട് ഹി സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ് ഓൺ സാറ്റർഡേയ്സ്. അങ്ങനെ ആ ഷൂട്ടിട്ട് അവൻ എല്ലായിടത്തും പോകും. പക്ഷെ അവൻ എന്ത് ചെയ്തു, പാർക്കിലേക്ക് പോകുന്നത് തൽക്കാലം നിർത്തിവെച്ചു. ആ സാറ്റർഡേ ബ്രദേഴ്സിൻ്റെ കൂടെ പാർക്കിലേക്ക് പോകുന്നത് അവൻ നിർത്തിവെച്ചു. ഇൻസ്റ്റഡ് ഹി സ്റ്റേഡ് ഹോം ആൻഡ് പ്രാക്ടീസ്ഡ്. അതിന് പകരം അവൻ എന്ത് ചെയ്തു, വീട്ടിൽ നിന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഹി വാണ്ടഡ് ടു ഗ്രോ എ ഫ്യൂ മോർ ഇഞ്ചസ് ബിഫോർ ഹി വെൻറ്റ് ബാക്ക് ടു ദ പാർക്ക്. അങ്ങനെ എന്തായിരുന്നു അവനക്ക് വേണ്ടത്, പാർക്കിലേക്ക് ഇനി പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് അവനക്ക് കുറച്ച് ഇഞ്ചെങ്കിലും കുറച്ച് നീളം വെക്കണം എന്ന് അവനക്ക് നിർബന്ധമായിരുന്നു, അല്ലെങ്കിൽ അവനക്ക് വേണമായിരുന്നു. ആഫ്റ്റർ 2 months ഓഫ് പ്രാക്ടീസിങ് ആൻഡ് വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി മൈക്കിൾ സ്റ്റൂഡ് നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഓൺ ഹിസ് വാൾ. അങ്ങനെ 2 മാസം കഴിഞ്ഞ് അവൻ്റെ പ്രാക്ടീസും വെയിറ്റിങ്ങും ഒക്കെ തീർന്നതിന് ശേഷം അവൻ എന്ത് ചെയ്തു, അവൻ്റെ ഗ്രോത്ത് ചാർട്ടിൻ്റെ മുന്നിൽ വീണ്ടും പോയി നിന്നു. നത്തിങ്, ഒന്നുമില്ല. ഹി ഹാഡിൻറ്റ് ഗ്രോൺ ആൻ ഇഞ്ച്. എന്താണ്, അവനൊരു ഇഞ്ച് പോലും വളർന്നിട്ടില്ല. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ്, അവനക്ക് വളരെയധികം നിരാശ തോന്നി. ബട്ട് ഹി നോട്ട് ഗിവ് അപ്പ്. പക്ഷെ എന്താണ്, അവന് അതിലൊന്നും വീണില്ല. I have to wait, like Mama said. Michael thought, and that's what he did. അപ്പോൾ അവനക്ക് മമ്മ പറഞ്ഞത് ഓർമ്മ വന്നെന്ത്, നന്നായിട്ട് പേഷ്യൻസ് ഉണ്ടാവണം എന്നുള്ളത് അവനക്ക് ഓർമ്മ വന്നു. അപ്പോൾ അവന് വീണ്ടും ആ ഒരു ചിന്തയിൽ നിന്ന് ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് അവൻ വിചാരിച്ചു. 2 more months ഓഫ് പ്രാക്ടീസ് വെൻ ബൈ. അങ്ങനെ 2 മാസത്തെ പ്രാക്ടീസും കൂടെ കടന്നുപോയി. ആൻഡ് സ്റ്റിൽ നത്തിങ്, ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. നൗ മൈക്കിൾ വാസ് ബിക്കമിങ് എ ലിറ്റിൽ സാഡ്. അപ്പോൾ ഇപ്പോൾ അവനക്ക് എന്ത് ചെയ്തു, പിന്നെയും 2 മാസം കഴിഞ്ഞില്ല, ഇപ്പോൾ അവനക്ക് ചെറിയൊരു നിരാശയൊക്കെ തോന്നിയിരുന്നു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈവൻ ദോ മൈക്കിൾ കണ്ടിന്യൂഡ് ഹിസ് പ്രാക്ടീസ് ഹി ഹാഡിൻറ്റ് ഗ്രോൺ ആൻ ഇഞ്ച്. ഇഫ് യു വേർ ഇൻ മൈക്കിൾസ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? ഇപ്പോൾ മൈക്കിൾസ് നമുക്ക് മനസ്സിലായി അവൻ പിന്നെയും പ്രാക്ടീസൊക്കെ ചെയ്തു, പക്ഷെ അവനൊരു ഇഞ്ച് പോലും വളർന്നില്ല അല്ലേ. അപ്പം നിങ്ങൾ മൈക്കിളിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂട്ടുകാരെ, നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? ഞാനാണെങ്കിൽ ഐ വിൽ ബി പ്രാക്ടീസിങ് മോർ ടൈം ആൻഡ് വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ഗെറ്റിംഗ് എ ഗുഡ് റിസൾട്ട്. എന്താണ്, നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കൂട്ടുകാരെന്താണോ ചെയ്യുക അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം.
Next Saturday, his brothers tried to get Michael to go with them to the park, but he wouldn't budge. എന്താണ് അടുത്ത സാറ്റർഡേ ബ്രദേഴ്സ് വിചാരിച്ചു മൈക്കിളിനെയും കൊണ്ട് അവർക്ക് പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ കുറേ തവണ ശ്രമിച്ചു. പക്ഷെ എന്താണ് അവനിങ്ങനെ ആകെ ഒരു ആശയക്കുഴപ്പത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. മാമ ഹാഡ് ബിഗൺ ടു വറി. അപ്പോഴാണ് മാമാക്ക് ടെൻഷൻ തുടങ്ങിയത്, വറി തുടങ്ങിപ്പോയി. When she saw Michael sitting alone on the steps, she told Daddy, maybe you should go out and talk to him. എന്താണ് മൈക്കിൾ ഒറ്റയ്ക്ക് ഇങ്ങനെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഡാഡിയുടെ അടുത്ത്, അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അഥവാ മൈക്കിളിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അവനുമായിട്ടൊന്ന് സംസാരിക്കുക, അവനൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു. സോ ഡാഡി വെൻറ്റ് ഔട്ട് ആൻഡ് സാറ്റ് വിത്ത് മൈക്കിൾ. അങ്ങനെ ഡാഡി അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. വാട്ട്സ് റോങ് ഡിയർ, യു ഹാവിൻ ടു ഗോ ടു ദ പാർക്ക് വിത്ത് യുവർ ബ്രദേഴ്സ് ഫോർ എ വൈൽ നൗ, ആർ യു ഓക്കെ? അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് പറ്റിയത്, എന്താണ് നിൻ്റെ തെറ്റ്, നീ നിൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ പാർക്കിലേക്ക് പോകൂ ഇപ്പോൾ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. മൈക്കിൾ ഡിഡിൻ സേ എനിത്തിങ് അറ്റ് ഫസ്റ്റ് എന്താണ് മൈക്കിൾ ഒന്നും പറഞ്ഞില്ല. ദെൻ ഹി ലുക്ക്ഡ് അറ്റ് ഡാഡി ആൻഡ് സെയ്ഡ്, എന്നിട്ട് ഡാഡിയെ നോക്കിയിട്ട് പറഞ്ഞു, ഐ തോട്ട് ഐ വുഡ് അറ്റ് ലീസ്റ്റ് ബി എ ഫ്യൂ ഇഞ്ചസ് ടോളർ ബൈ നൗ. എന്താണ് എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഒരു ഇഞ്ചൊക്കെ ഒന്നും കൂടെ ഉയർന്നിട്ടുണ്ട്, അല്ല വളർന്നിട്ടുണ്ട്, നീളം വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡിഡ് എവറിത്തിങ് മാമ ടോൾഡ് ടു മീ ബട്ട് നത്തിങ് ഹാപ്പൻഡ്. എന്താണ് പക്ഷെ ഞാൻ മാമ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്തു, പക്ഷെ എന്താണ് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി താഴെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡിഡ് മൈക്കിൾ സ്റ്റോപ്പ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ്? എന്തുകൊണ്ടാണ് മൈക്കിൾ പാർക്കിലേക്ക് പോകുന്നത്, അവൻ്റെ ബ്രദേഴ്സൊത്ത് പാർക്കിലേക്ക് പോകുന്നത് നിർത്തിയത്? എന്തുകൊണ്ടാണ്? മൈക്കിൾ ഡിസൈഡഡ് ടു ഗോ ടു ദ പാർക്ക് ഓൺലി ആഫ്റ്റർ ബിക്കമിങ് ടോളർ, സോ ഹി സ്റ്റോപ്ഡ് ഗോയിങ് ആൻഡ് ഇൻസ്റ്റഡ് പ്രാക്ടീസ്ഡ് വെൽ ഫ്രം ഹോം. എന്താണ് മൈക്കിൾ വിചാരിച്ചു, ഞാൻ കുറച്ചെങ്കിലും ഒന്ന് ഉയരം വെക്കട്ടെ അല്ലെങ്കിൽ നീളം വെക്കട്ടെ, എന്നിട്ട് വേണം പാർക്കിലേക്ക് പോകാൻ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്കിൾസ് മദർ ബിഗാൻ ടു വറി. വാട്ട് ഡിഡ് ഷീ ഡു ദെൻ? എന്താണ് മൈക്കിളിൻ്റെ മദർ ഭയങ്കര എന്താണ് അപ്സെറ്റ് ആയല്ലേ, വളരെ വെറി ആയിട്ട് ആകെ ടെൻഷനായി. അവരെന്താണ് ചെയ്തത്? എന്താ ചെയ്തത്? ഷീ ആസ്ക്ഡ് മൈക്കിൾസ് ഫാദർ ടു ടോക്ക് ടു ഹിം ആൻഡ് കൺസോൾ ഹിം. അവർ പറഞ്ഞു മൈക്കിളിൻ്റെ ഫാദറിൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ അവനെ പറഞ്ഞിരുന്നു അല്ലേ. ഇനി നോക്കാം എന്താണ് സംഭവിച്ചത് എന്ന്. മൈക്കിൾ, വൈ ഡു യു വാണ്ട് ടു ബി ടോളർ? ഡാഡി ആസ്ക്ഡ്. അപ്പോൾ ഡാഡി ചോദിച്ചു, നിനക്ക് എന്തിനാണ് ഇപ്പോൾ വലുതാവുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നീളം വെക്കുന്നത് എന്ന് ചോദിച്ചു. ഇഫ് ഐ വേർ ടോളർ ഐ വുഡ് ബി എ ഗ്രേറ്റ് പ്ലെയർ ആൻഡ് ഐ കുഡ് ഹെൽപ്പ് അവർ ടീംസ് വിൻ. മൈക്കിൾ ആൻസേർഡ്. മൈക്കിൾ പറഞ്ഞു, ഞാൻ നീളം വെക്കുകയാണെങ്കിൽ, ഞാൻ ടോളാവുകയാണെങ്കിൽ എനിക്ക് നല്ല പ്ലെയർ ആവാൻ വേണ്ടി സാധിക്കും, എൻ്റെ ടീമിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യാനും അവരെ വിജയത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ എനിക്ക് സാധിക്കും എന്ന് മൈക്കിൾ പറഞ്ഞു. ബട്ട് യു ആർ എ ഗ്രേറ്റ് പ്ലെയർ സൺ ആൻഡ് യു ഓൾറെഡി ഹാവ് എവറിത്തിങ് ഇറ്റ് ടേക്സ് ടു ബി എ വിന്നർ റൈറ്റ് ഇൻ ഹിയർ. ഡാഡി ട്രാപ്ഡ് മൈക്കിൾ ഓൺ ഹിസ് ചെസ്റ്റ്. എന്താണ് മൈക്കിളിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോഴും നല്ല പ്ലെയർ ആണ്, എന്താണ് നിനക്കിപ്പോൾ തന്നെ എവറിത്തിങ്, നിനക്കെല്ലാം അറിയാം, നിനക്കിപ്പോൾ തന്നെ നന്നായിട്ട് വിൻ ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറയാണ്. ബീൻ ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ. എന്താണ് ചിലപ്പോൾ നിനക്ക് ഒന്നും കൂടെ നീളം വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് കളിക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. ബട്ട് നോട്ട് ആസ് മച്ച് ആസ് പ്രാക്ടീസ്. പക്ഷേ എന്താണ് പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും പറ്റില്ല. ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. എന്താണ് നിൻ്റെ പ്രാക്ടീസും ഡിറ്റർമിനേഷനും നിന്നെ ബെസ്റ്റ് ആക്കുമെന്നാണ് പറയുന്നത്. ദോസ് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് യു എ റിയൽ വിന്നർ. ഇതൊക്കെയാണ് നിന്നെ ശരിക്കും ഒരു വിന്നർ ആക്കുന്നത്, അല്ലാതെ ടോളർ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല നിന്നെ വിന്നർ ആക്കുന്നത് എന്ന് പറഞ്ഞു. മൈക്കിൾ തോട്ട് അബൌട്ട് വാട്ട് ഡാഡി സേഡ് ഫോർ എ മിനിറ്റ്. അങ്ങനെ ഒരു നിമിഷം മൈക്കിൾ ഒന്ന് ചിന്തിച്ചു, എന്താണ് ഡാഡി പറയുന്നത് എന്നൊന്ന് ചിന്തിച്ചു. ദെൻ സഡൻലി ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ടുക്ക് ഓഫ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവന് ചാടി എണീക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ വേർ ആർ യു ഗോയിങ്? ഡാഡി യെൽഡ് ആഫ്റ്റർ ഹിം. അങ്ങനെ ഡാഡി വളരെ ശബ്ദത്തോടു കൂടി ചോദിച്ചു, നീ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് എന്ന് ചോദിച്ചു. ഐ ഹാവ് ഗോട്ട് എ ഗെയിം ടുഡേ ആൻഡ് ഐ ആം ലേറ്റ്. മൈക്കിൾ യെൽഡ് ബാക്ക്. അങ്ങനെ അവനും ഉറക്കെ പറഞ്ഞു, എനിക്ക് ഇന്നൊരു ഗെയിം ഉണ്ട്, ഞാനിപ്പോൾ തന്നെ ലേറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് അവന് പോവുകയാണ്. അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈക്കിൾ പോവുകയാണ് ചെയ്യുന്നത്. ഇനി താഴെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. വാട്ട് വാസ് ഡാഡീസ് അഡ്വൈസ് ടു മൈക്കിൾ? എന്തായിരുന്നു ഡാഡിയുടെ അഡ്വൈസ്, എന്താണ് ഉപദേശം എന്തായിരുന്നു മൈക്കിളിനോട്? എന്തായിരുന്നു? ഡാഡി എന്താ പറഞ്ഞത്? ഡാഡി അഡ്വൈസ്ഡ് മൈക്കിൾ ബൈ സെയിങ് ദാറ്റ് ബീയിങ് ടോളർ
may help him play a little better, but not as much as practice. Determination and giving his best will. എന്താ പറയുന്നത്? ഡാഡി പറഞ്ഞു ചിലപ്പോൾ നീ ഒന്നും കൂടെ നീളമുണ്ടെങ്കിൽ നിനക്ക് ഒന്നും കൂടെ നന്നായിട്ട് ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റും, പക്ഷേ അവിടെ എന്താ വേണ്ടത്? പക്ഷേ പ്രാക്ടീസ് ഡിറ്റർമിനേഷൻ ഇതൊക്കെയാണ് ഒരാളെ ബെസ്റ്റ് ആക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദ അഡ്വൈസ്? ആ ഒരു അഡ്വൈസിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? മൈക്കിൾ തോട്ട് അബൌട്ട് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ് ആൻഡ് റിയലൈസ്ഡ് ഹിസ് ട്രൂ പൊട്ടൻഷ്യൽ. ഹി റാൻ ടു ദ പാർക്ക് ആൻഡ് ജോയിൻ ഹിസ് ടീം ഫോർ ദ ഗെയിം. അപ്പോഴാണ് ആ ഫാദറിൻ്റെ അഡ്വൈസോട് കൂടിയിട്ടാണ് മൈക്കിളിന് മനസ്സിലായത് അവൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ, അവൻ്റെ യഥാർത്ഥ കഴിവ് എന്താണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതോടുകൂടിയിട്ട് ആ പാർക്കിലേക്ക് ഓടുകയും അവരുടെ ടീമിൻ്റെ കൂടെ ഗെയിം കളിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. When Michael reached the park, the game had started. അപ്പോൾ എന്താണ്, മൈക്കിൾ പാർക്കിലേക്ക് എത്തിയപ്പോഴേക്ക് ഗെയിം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. He sat on the bench hoping he would get a chance to play. അപ്പോൾ അവൻ അവിടെയുള്ള ബെഞ്ചിലിരുന്നു, എന്താണ്, ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് അവനക്ക് കളിക്കാനുള്ള ചാൻസ് കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് അവിടുത്തെ ബെഞ്ചിലിരുന്നു. ആൻഡ് ഹി ഡിഡ്. അങ്ങനെ അവന് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കി, കാര്യങ്ങളൊക്കെ നോക്കി. The game was almost over and the score was tied when John. എന്താണ്, ഏകദേശം ഗെയിമൊക്കെ ഓവർ ആവാൻ വേണ്ടി തുടങ്ങി, ഏകദേശം അവരൊക്കെ ടൈ ആയി തുടങ്ങി. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ജോണിനെ വൺ ഓഫ് ദ ബോയ് ഓഫ് മൈക്കിൾസ് ടീം ഫെൽ ആൻഡ് ഹേർട്ട് ഹിംസെൽഫ്. അങ്ങനെ ജോണി എന്നുള്ള ഫ്രണ്ട് അവിടെ ആ ഒരു ടീമിൽ നിന്നും വീഴുകയും അവനക്ക് അവൻ്റെ അവന് എന്തൊക്കെയോ ഒരു ഹേർട്ട് ആവുകയും ഒക്കെ ചെയ്തു. ഹെർ വാസ് മൈക്കിൾസ് ചാൻസ്. അപ്പോഴാണ് മൈക്കിളിൻ്റെ ചാൻസ് അവിടേക്ക് വന്നത്. കാരണം ഒരാൾ പുറത്ത് പോകുമ്പോഴാണ് ഒരാൾ ഇറങ്ങുക. മൈക്കിൾ ജോയിൻഡ് ഹിസ് ടീം ഇൻ ദ huddle as they gathered on the sideline for a time out. അപ്പോഴാണ് മൈക്കിൾ ആ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയും അവരുടെ കൂടെ എന്താണ് അവിടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അവർ സൈഡിലേക്ക് പോയപ്പോൾ അവിടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയും ചെയ്തു. ഓക്കെ, ദ ഗെയിം ഈസ് ടൈഡ്. ഓൾ വി നീഡ് ഈസ് 1 point. ഹൂ വാണ്ട്സ് ടു ടേക്ക് ദ ഷോട്ട്? റോണി ആസ്ക്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ അവരിങ്ങനെ സൈഡിലേക്ക് പോവുകയാണ്, ഇനി എന്താ ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇനി ആകെ ഒരു പോയിന്റാണ് വേണ്ടത്, അത് ആരാണ് നമുക്ക് ഷോട്ട് എടുക്കുക എന്ന് റോണി ചോദിച്ചു. ഈ ലുക്ക്ഡ് ഇൻ മൈക്കിൾസ് ഡയറക്ഷൻ. അങ്ങനെ നേരെ എന്നിട്ട് മൈക്കിളിൻ്റെ ഡയറക്ഷനിലേക്ക് നോക്കി, മൈക്കിളിൻ്റെ അടുത്തേക്ക് നോക്കി. ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് ദാൻ എവർ, മൈക്കിൾ സെഡ് ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ മൈക്കിൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. വെൻ ദ വിസിൽ ബ്ലൂ ആൻഡ് ദ ഗെയിം റീസ്റ്റാർട്ടഡ്, മാർക്ക് ബിഗൻ ടു പിക്ക് ഓൺ മൈക്കിൾസ് ആസ് യൂഷ്വൽ. അപ്പോൾ എന്താണ്, വിസിലടിച്ചു, ഗെയിം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മാർക്ക് എപ്പോഴും എടുക്കുന്ന പോലെ മൈക്കിളിൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഷീൽ ട്രൈങ് ടു പ്ലേ വിത്ത് ദ ബിഗ് ബോയ്സ് ഹൂ മാർക്ക് ട്രോണ്ട്. അപ്പോൾ മാർക്ക് എന്താക്കി, കളിയാക്കിയിട്ട് ചോദിക്കുകയാണ് നീ വീണ്ടും ഇത്ര ബിഗ് ആയിട്ടുള്ള വലിയ ബോയ്സിൻ്റെ കൂടെയൊക്കെ കളിക്കാൻ വേണ്ടി നിൽക്കുകയാണോ എന്ന് മാർക്ക് ചോദിച്ചു. ബട്ട് മൈക്കിൾ പേഡ് ഹിം നോ അറ്റൻഷൻ. അപ്പോൾ എന്താണ്, മൈക്കിൾ അതൊന്നും മെയിൻറ്റെയ്യേ ചെയ്തില്ല, അതൊന്നും ഒരു കാര്യമാക്കുകയേ ചെയ്തില്ല. ടോളർ ഓർ നോട്ട്, ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ് ആൻഡ് ടുഡേ ഹി വാസ് ഡിറ്റർമൈൻഡ് ടു വിൻ. അപ്പോൾ എന്താണ്, ഇവിടെ നീളം എന്ന് പറയുന്നത് ടോളാണോ ഷോർട്ടാണോ എന്നുള്ളതൊന്നും ഒരു കാര്യമല്ല, പ്രാക്ടീസ് ചെയ്ത് ആരാണ് അതാണ് വേണ്ടത്. അത് എനിക്ക് മനസ്സിലായി, അവൻ്റെ അച്ഛൻ്റെ അഡ്വൈസോട് കൂടിയിട്ട് അത് മനസ്സിലായി. ഇന്നെന്ന് പറയുന്നത് എനിക്ക് വിജയിക്കാനുള്ള ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ഞാൻ വന്നതാണ് എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് മൈക്കിൾ ഗെറ്റ് എ ചാൻസ് ടു പ്ലേ? എങ്ങനെയായിരുന്നു മൈക്കിളിന് കളിക്കാനുള്ള ചാൻസ് കിട്ടിയത്? എങ്ങനെയായിരുന്നു? മൈക്കിൾ ഗോട്ട് എ ചാൻസ് ടു പ്ലേ വെൻ ജോൺ വൺ ഓഫ് ഹിസ് ടീംമേറ്റ്സ് ഗോട്ട് എൻജോയ്ഡ്. അവിടെ മൈക്കിളിന് ചാൻസ് കിട്ടിയത് ജോണിന് ഇഞ്ചർ ആയപ്പോഴാണ്, അല്ലേ? ജോണിന് ഇഞ്ചർ ആയപ്പോഴാണ് മൈക്കിളിന് അവിടെ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കളിക്കാൻ. ഓക്കെ, The next question, Michael did not pay any attention to Mark's taunt. Why? മാർക്ക് ഇതൊക്കെ പറഞ്ഞപ്പോഴും മൈക്കിൾ അതൊന്നും മെയിൻറ്റ് ചെയ്തില്ല, അറ്റൻഷൻ ഒന്നും കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് മൈക്കിൾ വാസ് കോൺഫിഡൻറ്റ് ഇനഫ് ആൻഡ് ഹി ഓൾറെഡി റിയലൈസ്ഡ് ഹിസ് ട്രൂ പൊട്ടൻഷ്യൽ. അവിടെ എന്താണ്, മൈക്കിളിന് മനസ്സിലായി, മൈക്കിൾ വളരെയധികം കോൺഫിഡൻസ് ആയിരുന്നു, അവനക്ക് മനസ്സിലായി അവൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. പിന്നെ അവിടെ മാർക്ക് പറയുന്നതൊന്നും മെയിൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിച്ചത് എന്ന്.
ലാറി ത്രൂ ദ ബോൾ ടു മൈക്കിൾ. അങ്ങനെ ലാറി എന്ത് ചെയ്തു? മൈക്കിളിന് ബോൾ എറിഞ്ഞു കൊടുത്തു. മൈക്കിൾ കോട്ട് ഇറ്റ്. മൈക്കിൾ അത് പിടിച്ചു. ബൗൺസ് ഇറ്റ് ഫോർ എ മൊമെന്റ് ആൻഡ് ദെൻ ടുക്ക് ഓഫ്. എന്താണ്? അങ്ങനെ ഒന്ന് തിരിഞ്ഞു ഒരു നിമിഷം കൊണ്ട് അവനത് എറിഞ്ഞു. ആസ് ഹി അപ്രോച്ച്ഡ് മാർക്ക്. അപ്പോഴാണ് അങ്ങോട്ട് മാർക്ക് വന്നത്. മൈക്കിൾ ഷിഫ്റ്റഡ് ടു ഹിസ് റൈറ്റ്. മാർക്ക് ഫോളോഡ് ബട്ട് വൈൽ ഹി വാസ് സ്റ്റിൽ ഷിഫ്റ്റിംഗ്. അപ്പം മൈക്കിള് മാർക്ക് എന്നും വരുന്ന പോലെ അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാനാണ് വന്നത്. പക്ഷെ അവന് നേരെ അത് റൈറ്റ് ഹാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അത് വീണ്ടും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൾ സ്പൺ ടു ഹിസ് ലെഫ്റ്റ്. ഹി സ്റ്റോപ്ഡ് ബിഹൈൻഡ് മാർക്ക് ആൻഡ് ഷൂട്ട്. അങ്ങനെ അത് നേരെ മാർക്കിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഷോട്ടാണ് കൊടുത്തത്. ദ ബോൾ ആർക്സ് ഫാർ എബവ് ഹിസ് ഒപ്പോണൻസ് ഹാൻഡ് ആൻഡ് ഫെൽ സൈലൻ്റ്ലി ത്രൂ ദ ഹൂപ്പ്. അങ്ങനെ അത് നേരെ ഒപ്പോണൻസിൻ്റെ അവൻ്റെ നേരെ എതിരുള്ള ആ ഒരു ആർക്കിലൂടെ നേരെ പോയിട്ട് എന്ത് ചെയ്തു? അത് ആ ഒരു ഹൂപ്പിൽ, ആ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ ഹൂപ്പിൽ പോയി വീഴുകയാണ് ചെയ്തത്. 2 points. ദ ഗെയിം വാസ് ഓവർ. മൈക്കിൾസ് ടീം ഹാഡ് വോൺ. അപ്പം എന്താണ്? അങ്ങനെ ചെയ്തപ്പോൾ 2 പോയിന്റ് കിട്ടി. നമ്മുടെ ഗെയിം ഓവറായി. മൈക്കിളിൻ്റെ ടീമാണെങ്കിൽ വിജയിക്കുകയും ചെയ്തു. ഓക്കെ. ഇറ്റ് വാസ് ജസ്റ്റ് എ മൈക്കിൾ ഹാഡ് ഡ്രീംഡ്. അതായിരുന്നു മൈക്കിൾ സ്വപ്നം കണ്ട ആ ഒരു ദിവസം എന്ന് പറയുന്നത്. വെൻ ഹി റിയലൈസ്ഡ് വാട്ട് ഹി ഹാഡ് ഡൺ, മൈക്കിൾ ടുക്ക് ഓഫ് ആൻഡ് ഡിഡിൻറ്റ് സ്റ്റോപ്പ് അണ്ടിൽ ഹി ഹാഡ് റീച്ച്ഡ് ഹോം. അങ്ങനെ എന്താണ്? മൈക്കിളിന് അപ്പോഴാണ് മനസ്സിലായത് എന്താണ് അവൻ ചെയ്തത് അത്രയും വലിയൊരു കാര്യമാണ് എന്നുള്ളത്. അവൻക്ക് അവൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അവൻ്റെ വീട്ടിലെത്തുന്നവരെ അവനക്കത് അടക്കാനേ പറ്റിയില്ല. ബേസ്റ്റിംഗ് ത്രൂ ദ ഡോർ ഹി ഷൗട്ടഡ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു? നേരെ വീട്ടിൽ കയറിയിട്ട് അവൻ്റെ വാതിലൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് തള്ളി തുറക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷൗട്ടഡ്. എന്നിട്ട് വളരെ ഉച്ചത്തിൽ പറഞ്ഞു, ഐ ഡിഡ് ഇറ്റ് ഡാഡ് ആൻഡ് മോം. ഐ ഡിഡ് ഇറ്റ്. എന്താണ്? ഞാൻ ചെയ്തു ഡാഡ് ആൻഡ് മോം എന്ന് പറഞ്ഞുകൊണ്ട് അവന് അലറി വിളിക്കുകയാണ്, അഥവാ വളരെ സൗണ്ടിൽ പറയാണ്. ഐ ഷോട്ട് റൈറ്റ് ഓവർ ദ ടോൾ ഗേസ് ഹെഡ്. എന്താണ്? ഞാൻ ആ ഒരു ടോള് ആയിട്ടുള്ള ആളുടെ തലയുടെ മുകളിലൂടെ ഞാൻ ആ ഷോട്ട് എടുത്തു എന്ന് പറയാണ്. ആൻഡ് വി വോൺ ദ ഗെയിം. ഞങ്ങൾ ഈ ഗെയിമിൽ ജയിച്ചു. റണ്ണിങ് ഇൻ ബിഹൈൻഡ് എം റോണി ആൻഡ് ലാറി ജോയിൻ ദ സെലിബ്രേഷൻ. എന്താണ്? അങ്ങനെ പറഞ്ഞുകൊണ്ട് റോണിയും ലാറിയും ഒക്കെ ഇവൻ്റെ ആ ഒരു സന്തോഷത്തിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് റൈറ്റ് ലിറ്റിൽ ബ്രദർ, യു ഡിഡ് ഇറ്റ്. എന്താണ് പറയുന്നത്? നീ ചെയ്തു എൻ്റെ ബ്രദറെ എന്ന് പറയാണ്. യു വോൺ ദ ഗെയിം ഫോർ അസ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ജയിച്ചു. ആഫ്റ്റർ ദാറ്റ് ഡേ മമ്മ സ്റ്റോപ്ഡ് പുട്ടിങ് സാൾട്ട് ഇൻ മൈക്കിൾസ് ഷോസ്. അന്നത്തോട് കൂടിയിട്ട് മമ്മ എന്ത് ചെയ്തു? അവൻ്റെ ഷോക്സിൻ്റെ ഉള്ളിൽ സാൾട്ട് ഇടുന്നതൊക്കെ നിർത്തി. ബട്ട് മൈക്കിൾ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ബീയിങ് പേഷ്യൻ്റ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. പക്ഷേ എന്താണ്? മൈക്കിൾ അവൻ്റെ പേഷ്യൻസും വർക്കിംഗ് ഹാർഡൊക്കെ അപ്പോഴും നിർത്തിയില്ല. അവൻ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അമ്മ സാൾട്ട് ഇട്ടത് എന്തിനാണ്? ഇവനക്ക് പേഷ്യൻസും ഹാർഡ് വർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് ഇട്ട് കഴിഞ്ഞാൽ അവന് വളരെ ടോളാവുകയോ ഒന്നും ചെയ്യില്ല. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മൈക്കിൾ റൺ ടു ഹിസ് ഹൗസ് ആഫ്റ്റർ വിന്നിങ് ദ ഗെയിം? എന്തുകൊണ്ടാണ് മൈക്കിൾ വിജയിച്ചതിന് ശേഷം വീട്ടിലേക്ക് ഓടിപ്പോയത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി വാണ്ട്സ് ടു ഷെയർ ഹിസ് ഹാപ്പിനെസ് ആൻഡ് ഗ്ലോറി വിത്ത് ഹിസ് പാരൻസ് ഹു ഹെൽപ്ഡ് ഹിം ടു ബിക്കെയിം എ ഗുഡ് ബാസ്കറ്റ് ബോൾ പ്ലെയർ. എന്തിനായിരുന്നു? അവൻ്റെ ആ ഒരു സന്തോഷം, അവൻ്റെ ഗ്ലോറിയും ഹാപ്പിനെസ്സും അവൻ്റെ പാരൻസുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ഓടിയത്. അതുപോലെ അവനെ ഏറ്റവും നല്ല ഗുഡ് ബാസ്കറ്റ് പ്ലെയർ ആക്കിയത് അവരായിരുന്നു. വേണ്ടി സഹായിച്ചത് അവരായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മൈക്കിൾസ് മദർ സ്റ്റോപ്പ് പുട്ടിങ് സാൾട്ട് ഇൻ ഹിസ് ഷൂസ്? എന്തുകൊണ്ടാണ് മൈക്കിളിൻ്റെ അമ്മ പിന്നീട് അവൻ്റെ ഷോക്സിനുള്ളിൽ ഉപ്പിടൽ നിർത്തിയത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് നൗ ഷീ ഈസ് ട്രൂ ദാറ്റ് മൈക്കിൾ ഈസ് കോൺഫിഡൻറ്റ് ആൻഡ് ഹി ഡസൻറ്റ് നീഡ് എനി സച്ച് ട്രിക്സ്. അപ്പോൾ നമുക്ക് മനസ്സിലായി മൈക്കിൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയി എന്ന് മനസ്സിലായി. ഇനി അവർക്ക് ഇത്തരത്തിലുള്ള ട്രിക്കിൻ്റെയും ആവശ്യമില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരത് നിർത്തിയത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അപ്പുറത്തെ പേജിൽ, തൊട്ടടുത്ത പേജിൽ അബൌട്ട് ദ ഓദർ പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഡെലോറിസ് ജോർദാൻ ഈസ് ദ മദർ ഓഫ് ദ ബെസ്റ്റ് നോൺ ആസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. മൈക്കിൾ ജോർദാൻ ഷീ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് മൾട്ടിപ്പിൾ ചാരിറ്റീസ്. അപ്പോൾ ഡെലോറിസ് ജോർദാൻ എന്ന് പറയുന്നത് ആരാണ്? ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിട്ടുള്ള മൈക്കിൾ ജോണിൻ്റെ അമ്മയാണ്. അവർ ഒരുപാട് ചാരിറ്റീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, റോസ്ലിൻ എം ജോർദാൻ ആണ്. ഈസ് മൈക്കിൾസ് ജോർദാൻ സിസ്റ്റർ ആൻഡ് ദ കോ ഓദർ ഓഫ് സാൾട്ട് ഇൻ ഹിസ് ഷൂസ് വിത്ത് ഡെലോറിയസ് ജോർദാൻ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ റോസ്ലിൻ എം ജോർദാൻ എന്ന് പറയുന്നത് നമ്മുടെ ജോർദാൻ്റെ സിസ്റ്ററാണ്. ഓക്കെ. അവരാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഓക്കെ. ഇനി ഇവിടെ താഴെ നമുക്ക് കുറച്ച് ഗ്ലോസറീസ് തന്നിട്ടുണ്ട്. എന്താണ് ഓരോ ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്സും തന്നിട്ടുണ്ട്. അതൊക്കെ കൂട്ടുകാർ വായിച്ച് നോക്കുക. ഇനി നമുക്ക്
നോക്കാനുള്ളത് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയി കാണുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.